ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പയുടെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാലിച്ചന്റെ അപ്പച്ചൻ വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് അവിടേക്ക് വരുന്നത്. എന്തായാലും അവളെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതേ സമയത്ത് വൈജയന്തി പറയുന്നതൊന്നും തന്നെ ബബിത കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ബബിത എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ തറുതല പറഞ്ഞ് നടക്കുകയാണ്. നിനക്ക് എന്താണ് എന്നെ ഒരു വിലയില്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലചന്ദ്രൻ പറയാണ്, അതെ എന്റെ മനസ്സിൽ ഒരു ഭാര്യയുണ്ടായിരുന്നു, ആ ഭാര്യ എന്റെ മനസ്സിൽ നിന്ന് പടിയിറങ്ങിപ്പോയിരുന്നതാണ്. അത് ഇനി തിരിച്ച് കയറണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല, തിരിച്ച് കയറട്ടെ എന്ന് എന്നോട് ഒരാളും ചോദിച്ചിട്ടുമില്ല എന്നിങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ അപ്പൊ ഞാൻ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനും നമ്മളെ വൈജയന്തിയെ വളരെ വലിയ രീതിയിൽ അകറ്റി നിർത്തുകയും ചെയ്യുകയാണ്. അവൾ ആകെ അവിടെ ഒറ്റപ്പെട്ട രീതിയിലായി പോകുന്നുണ്ട്. എന്തായാലും ലാലിച്ചന്റെ അപ്പച്ചൻ വരികയാണ്. വന്ന പാടെ തന്നെ അവിടേക്ക് വീട്ടിലോട്ട് വന്നിട്ട് ലാലിച്ചനോട് പറയുന്നുണ്ട്, അതെ നിനക്കൊരു കാര്യം അറിയോ, ഈ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയ അത് അവിടെ കിടക്കൂ, അത് അതിന്റെ പാട് നോക്കി പോകും, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പച്ച അവളൊരു പാവം പിടിച്ച പെൺകുട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അവള് 12 വർഷം അവൾ കഷ്ടപ്പെട്ട് അനാഥാലയത്തിൽ അവിടെയൊക്കെയാണ് ജീവിച്ച്, ഇനിയെങ്കിലും അവൾക്കൊരു സുഖമുള്ളൊരു ജീവിതം കൊടുക്കേണ്ട അച്ഛൻ നമ്മള്, എത്രയാലും എന്റെ മകളല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് അലീന വരികയാണ്. അലീനയെ കണ്ടിട്ട് ലാലിച്ചൻ പറയുന്നുണ്ട്, ഇതാണ് അച്ഛൻ ഇപ്പൊ തന്നെ പറഞ്ഞ എന്റെ മകൾ അലീന എന്ന് പറഞ്ഞ്. അങ്ങനെ ഈ അപ്പച്ചൻ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോ അപ്പച്ചൻ ചിന്നമ്മ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്, ഞെട്ടി നിൽക്കണം. എന്തായാലും ഈ ലാലിച്ചന്റെ അമ്മയുടെ മുഖഛായയാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ അലീനയ്ക്കുള്ളത്. അതിലെന്തായാലും അപ്പച്ചൻ വീണിരിക്കുകയാണ്. അതിനുശേഷം അവളെ അങ്ങനെ ചേർത്ത് പിടിക്കുകയും അവളെ ആകെ നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അപ്പൊ ലാലിച്ചനും അതൊരുപാട് സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മനുവിനോട് വിളിച്ച് അലീന ഈ വിവരങ്ങൾ പറയുകയാണ്. അപ്പൊ മനു പറയുന്നുണ്ട്, അമ്പടി കേമി നീ അദ്ദേഹത്തെയും വളച്ചെടുത്തൂലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ 3 പേരും, അതായത് സ്റ്റാൻലി ജോസഫും നമ്മുടെ അലീനയും അതായത് സ്റ്റാൻലി ജോസഫിന്റെ അപ്പച്ചനും കൂടിയിട്ട് ഒരു ട്രിപ്പൊക്കെ പോകുന്നു. വണ്ടിയിൽ അങ്ങനെ കറങ്ങൊക്കെ ചെയ്യാണ്, ഒരു ടൂറ് പോലൊക്കെ പോവുകയാണ്. എന്തായാലും അലീനയ്ക്ക് അവിടെ നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നെയാണ് അവിടെ കിട്ടുന്നത്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോയിലൂടെ കാണിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.